ഇതാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. അതായത് ഈ വിഷയത്തിൽ കഴിഞ്ഞ ദിവസം രാജീവ് ചന്ദ്രശേഖരനെതിരെ വലിയ വാർത്തകൾ വന്നിരുന്നു. ആ ഘട്ടത്തിൽ കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ഈ പ്രതികരണം എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് വരികയാണ്. തെരുവ് നായ പ്രശ്നത്തിൽ സുപ്രീം കോടതിയിൽ അസാധാരണമായ നീക്കം. എല്ലാ സംസ്ഥാനങ്ങളുടെയും ചീഫ് സെക്രട്ടറിമാർ ഹാജരാകണമെന്നാണ് കോടതിയുടെ നിർദ്ദേശം. തിങ്കളാഴ്ച കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ നേരിട്ട് ഹാജരാവാനാണ് നിർദ്ദേശം. M.G. മിഥുൻ ചേരുന്നു. മിഥുൻ, അസാധാരണ നടപടിയാണ്. കാരണം തെരുവ് നായ ഒരു വലിയ പ്രതിസന്ധിയാണ്. ഏറ്റവും പ്രത്യേകിച്ച് കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളിലാണ് അത് ഏറ്റവും രൂക്ഷം, അല്ലെ വാർത്തകൾ നിറയുന്നത് എന്ന് കരുതാം. അപ്പോൾ എല്ലാ ചീഫ് സെക്രട്ടറിമാരെയും വിളിച്ചു ചേർത്തുന്നത് കൂടെയോട് സുപ്രീം കോടതി എന്ത് കടുത്ത തീരുമാനവും എന്ത് നിർദ്ദേശം മുന്നോട്ട് വയ്ക്കാനാണ് സാധ്യത? എന്തോ കടുത്ത തീരുമാനവും നീക്കത്തിന് കോടതി ഒരുങ്ങുന്നു എന്നതിൻ്റെ സൂചനയാണോ ഇത്? സജിത്ത്, ഈ ABC നയരൂപീകരണവുമായി ബന്ധപ്പെട്ട് ജസ്റ്റിസ് പർദീവാല അധ്യക്ഷനായിട്ടുള്ള ബെഞ്ച് ആഗസ്റ്റ് 11 ഒരു സുപ്രധാന ഉത്തരവ് ഈ തെരുവുനായ ശല്യവുമായി ബന്ധപ്പെട്ട് പുറപ്പെടുവിച്ചിരുന്നു. അതായത് തെരുവ് നായ്ക്കളെ എല്ലാം തന്നെ പിടികൂടി ഷെൽട്ടർ ഹോമുകളിലേക്ക് മാറ്റണമെന്നുള്ളൊരു നിർദ്ദേശമായിരുന്നു അത്തരത്തിലൊരു ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തത്. ഇതിനെതിരെ വ്യാപകമായ പ്രതിഷേധമായിരുന്നു മൃഗസ്നേഹികളുടെയൊക്കെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തത്. പ്രത്യേകിച്ച് ഡൽഹി കേന്ദ്രീകരിച്ചായിരുന്നു വലിയ പ്രതിഷേധത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വരികയും ചെയ്തത്. പിന്നീട് അത് 3 അംഗ ബെഞ്ചിലേക്ക് ഈ ഒരു വിഷയം കൈമാറുകയും ഈ ഉത്തരവിൽ ചില രീതിയിലുള്ള ഇളവുകൾ അനുവദിക്കുകയും ചെയ്തതാണ്. പക്ഷേ അത് അംഗീകരിക്കാൻ തയ്യാറല്ല എന്ന് ഇത്തരത്തിൽ മൃഗസ്നേഹികളുടെ അഭിഭാഷകർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തതോടുകൂടി പിന്നീട് ഈ കേസ് പരിഗണിക്കുന്നതിന് വേണ്ടി മാറ്റിവെക്കുകയും ചെയ്തതാണ്. അപ്പോൾ ആഗസ്റ്റ് 22 ജസ്റ്റിസ് വിക്രംനാഥ് അധ്യക്ഷനായിട്ടുള്ള ബെഞ്ച് ഈ കേസ് പരിഗണിച്ചപ്പോൾ എല്ലാ ചീഫ് സെക്രട്ടറിമാരോടും എല്ലാ സംസ്ഥാനങ്ങളോടും ചില നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. ABC നയരൂപീകരണവുമായി ബന്ധപ്പെട്ട് സത്യവാങ്മൂലം സമർപ്പിക്കണം. എന്ത് നിലപാടാണ് ഇക്കാര്യത്തിൽ സംസ്ഥാനങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത് അത് കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന തരത്തിലുള്ള സത്യവാങ്മൂലം സുപ്രീം കോടതിയിൽ സമർപ്പിക്കണം എന്നുള്ള നിർദ്ദേശമായിരുന്നു ജസ്റ്റിസ് വിക്രംനാഥ് മുന്നോട്ട് വെക്കുകയും ചെയ്തത്. പക്ഷേ 2 മാസത്തിന് ശേഷം ഇപ്പോൾ ഈ കേസ് വീണ്ടും കോടതിയുടെ പരിഗണനയിലേക്ക് വന്നപ്പോൾ പോലും ആകെ 3 സംസ്ഥാനങ്ങൾ മാത്രമാണ്, അതായത് പശ്ചിമ ബംഗാളും തെലങ്കാനയും ഡൽഹി കോർപ്പറേഷനും മാത്രമാണ് സംബന്ധിച്ച സത്യവാങ്മൂലം സമർപ്പിച്ചിരിക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങളൊന്നും തന്നെ ഈ വിഷയത്തിൽ ഒരു തരത്തിലുമുള്ള റിപ്പോർട്ടുകൾ കോടതിയിൽ ഹാജരാക്കിയിട്ടില്ല എന്നുള്ളതാണ്. അതിൽ വലിയ രൂക്ഷമായ വിമർശനമാണ് ജസ്റ്റിസ് വിക്രംനാഥിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. പ്രത്യേകിച്ച് നേരത്തെ ഈ പാരാ അത്ലറ്റിക് മീറ്റ് ഡൽഹി നടക്കുന്ന വേളയിൽ അവിടെ ഈ പങ്കെടുക്കാനെത്തിയ താരങ്ങളെ തെരുവുനായ ആക്രമിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായിരുന്നു. അത് ആഗോളതലത്തിൽ വലിയ രീതിയിലുള്ള മാനക്കേടായിരുന്നു ഉണ്ടാവുകയും ചെയ്ത് വിദേശ രാജ്യങ്ങൾക്ക് മുമ്പിൽ ഇന്ത്യയുടെ പ്രതിച്ഛായ താഴുന്നു എന്ന രീതിയിലുള്ള വിമർശനം ഇത്തരത്തിൽ ജസ്റ്റിസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും ഈ വിഷയത്തിൽ നിന്ന് പിന്നോട്ടില്ല. അതുകൊണ്ട് തന്നെ അടുത്ത മാസം നവംബർ 3 ഈ കേസ് പരിഗണിക്കുമ്പോൾ എല്ലാ ചീഫ് സെക്രട്ടറിമാരും എല്ലാ സംസ്ഥാനങ്ങളുടെയും ചീഫ് സെക്രട്ടറിമാരും നേരിട്ട് സുപ്രീം കോടതിയുടെ മുമ്പാകെ ഹാജരാകണമെന്നുള്ളതാണ്. അതിലൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്നുള്ളതാണ്. ഹാജരാകാത്ത ചീഫ് സെക്രട്ടറിമാർക്ക് അല്ലെങ്കിൽ ആ സംസ്ഥാനത്തിനെതിരെ കടുത്ത നടപടികളിലേക്ക് കടക്കുമെന്ന് രോഷാകുലനായി ജസ്റ്റിസ് വിക്രംനാഥ് പറഞ്ഞു വെക്കുകയും ചെയ്യുന്നു. ABC നയരൂപീകരണമായി എന്തായാലും സുപ്രീം കോടതി മുന്നോട്ട് പോവുകയും ചെയ്യും. അതിലേതെങ്കിലും പ്രതിഷേധം ഉടലെടുത്താൽ അത് ഒഴിവാക്കേണ്ട നടപടി സ്വീകരിക്കേണ്ടത് അതാത് സംസ്ഥാനങ്ങൾ തന്നെയാണ്. അക്കാര്യത്തിൽ കൃത്യമായ വിശദീകരണം നൽകണം എന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ സുപ്രീം കോടതി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. സൈത്ത്, അതാണ് സാഹചര്യം. എന്തായാലും ഇതിനിടയിൽ മറ്റൊരു സുപ്രധാന നീക്കം കൂടി ഇന്ന് കോടതിയിൽ നിന്നും ഉണ്ടാകുന്നു എന്ന കാര്യം കൂടിയുണ്ട്.